കഴിഞ്ഞിട്ട് യൂറിൻ പോകാൻ ബുദ്ധിമുട്ടുണ്ടോ? അലർജിയുള്ള അധികം ആളുകൾക്കും തുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ യൂറിൻ ലീക്ക് ആവുകയാണ് ചെയ്യാറ്. എന്നാൽ ചില ആളുകളിൽ നല്ല ശക്തമായിട്ട് തുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിൻ പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇതിന് കാരണം? പ്രധാനമായിട്ടും നമ്മളിങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ തുമ്മുമ്പോൾ വയറിലെയും അതുപോലെ അടിവയറിലൊക്കെ ഉള്ള മസിൽസ് കൂടുതലായിട്ട് കൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൺട്രാക്ട് ചെയ്ത മസിൽസ് തിരിച്ച് റീഗെയിൻ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കാറുണ്ട്. ശക്തമായിട്ട് തുമ്മുമ്പോൾ മൂത്രസഞ്ചിയിൽ തന്നെ പുറത്തേക്കുള്ള ഔട്ട്ഫ്ലോ ക്ലോസ് ആയി പോകാനും സാധ്യത കൂടുതലാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ യൂറിൻ സ്റ്റക്ക് ആയി പോകുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ആദ്യമായിട്ട് ഇപ്പോൾ 18 വയസ്സൊക്കെ ആയിട്ട് ശക്തമായിട്ട് തുമ്മൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇങ്ങനെ ശക്തമായിട്ട് തുമ്മുമ്പോൾ അധികം ആളുകൾക്കും വല്ലാത്ത ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് തുമ്മുമ്പോൾ ഈ ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അധികം ആളുകൾക്കും ഞരമ്പ് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത് കാരണമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ വേണ്ടത് ആ ഒരു സമയത്ത് അവർക്ക് നല്ലധികം സമാധാനിപ്പിക്കുക, അവരുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് വരുത്തുക. അതോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അവർക്ക് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഈ തുമ്മലിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇനി ആങ്സൈറ്റി കൂടുതലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അലർജിയുടെ ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്കും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.